ആലുവ നഗരസഭയിലെ CMRL CSR ഫണ്ട് വിവാദത്തിൽ നഗരസഭയോട് റിപ്പോർട്ട് തേടി തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാൻ. വിവാദ കരിമണൽ കമ്പനിയായ CMRLൽ നിന്ന് ജലധാര പുനർനിർമ്മാണത്തിന് ഫണ്ട് വാങ്ങിയത് നഗരസഭ മറച്ചുവെച്ചിരുന്നു. സെൻട്രൽ ഫിനാൻസ് ഗ്രാന്റാണ് പുനർനിർമ്മാണത്തിന് ഉപയോഗിച്ചതെന്നായിരുന്നു ആലുവ നഗരസഭയുടെ വിവരാവകാശ മറുപടികൾ. വിവരങ്ങളുമായി ജിജീഷ് കർണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, എന്താണ് ഇതിലൊരു അവ്യക്തത, വൈരുദ്ധ്യം? പ്രധാനമെന്ന് പറയുന്നത് ഒരു CSR ഫണ്ട് സ്വീകരിക്കുന്നു, അത് മറച്ചു വെച്ചുകൊണ്ട് നഗരസഭ മുന്നോട്ട് പോകുന്നു. മറ്റു ചില ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങൾ ജലധാര പുനർനിർമ്മാണം, കാരണം വർഷങ്ങളായി ആലുവ നഗരസഭയ്ക്ക് മുന്നിലുള്ളതാണ് ജലധാര. അത് പ്രവർത്തനം നിന്നുപോയി. അതിനുശേഷം അത് പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പണം ശേഖരിച്ചതിലാണ് വലിയ ക്രമക്കേട് ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കാരണം CMRL, വിവാദ കരിമണൽ കമ്പനിയായ CMRLന്റെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചത്, പുനർനിർമ്മാണം നടത്തിയത്. എന്നാൽ നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയിൽ പറഞ്ഞത് മറ്റ് ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ടാണ് തങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത്, അത് സെൻട്രൽ ഫിനാൻസ് ഗ്രാന്റ് ആണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത് എന്നൊരു മറുപടിയായിരുന്നു നൽകിയത്. ഈ ഒരു ഘട്ടത്തിൽ പോലും CSR ഫണ്ട് ഉപയോഗിച്ചത് പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, കരാർ കമ്പനി സാധാരണ നിലയിൽ ഇത്തരത്തിൽ ഫണ്ട് CSR ഫണ്ടുകൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ അത് നേരിട്ട് നഗരസഭയുടെ അക്കൗണ്ടിലേക്കാണ് ആ പണം എത്തേണ്ടത്. മറിച്ച് ആലുവ നഗരസഭ ഇക്കാര്യത്തിൽ ചെയ്തത്, അതിന്റെ ചെയർമാൻ അടക്കം ഇടപെട്ടുകൊണ്ട് ഈ ഫണ്ട് എത്തിയിരിക്കുന്നത് നിർമ്മാണ കരാർ ഏറ്റെടുത്ത, പുനർനിർമ്മാണ കരാർ, ജലധാരയുടെ പുനർനിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ, സ്ഥാപനത്തിന്റെ, കരാർ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് CMRL പണം നൽകിയിരിക്കുന്നത്. പൂർണ്ണമായും തന്നെ ഇത്തരത്തിലുള്ള പണമിടപാടുകൾ നഗരസഭ നിഷേധിച്ചപ്പോൾ CMRLന്റെ തന്നെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലാണ് CSR ഫണ്ടായി തങ്ങൾ ആലുവ നഗരസഭയുടെ ജലധാര പുനർനിർമ്മാണത്തിന് 6,36,000 രൂപ നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് CMRLൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു. കാരണം പൊതുപ്രവർത്തകരായ പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ROC ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയത്. അങ്ങനെ വിശദീകരണം തേടിയപ്പോൾ നൽകിയിരിക്കുന്ന മറുപടിയിലും ഇക്കാര്യം പറഞ്ഞു. അവിടെയാണ് ഇപ്പോൾ നിർണായകമായ ഓംബുഡ്സ്മാന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാൻ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് തങ്ങൾക്ക് സമർപ്പിക്കണം, ഓംബുഡ്സ്മാന് സമർപ്പിക്കണം എന്നാണ് ആലുവ നഗരസഭാ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഫണ്ടിന്റെ ഇടപാടുകൾ എങ്ങനെയാണ്, എവിടെ നിന്നെല്ലാമാണ് ഫണ്ട് വന്നത്, ആരെയിൽ ആണ് കരാർ ഏൽപ്പിച്ചത്, അതിന്റെ വിശദാംശങ്ങൾ അടക്കമുള്ള മുഴുവൻ വിവരങ്ങളും റിപ്പോർട്ടായി നൽകണമെന്നാണ് ഓംബുഡ്സ്മാൻ, തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട അഴിമതി ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ട് BJP കൗൺസിലർമാർ രംഗത്ത് വന്നിരുന്നു. ജനൻ TV അതിന്റെ വിവരങ്ങൾ, വാർത്തകൾ നൽകിയിരുന്നു. അതിൽ കൗൺസിലർമാർ ഉറച്ചു നിന്നിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇതിൽ അഴിമതിയുണ്ട്, അഴിമതി മറയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാന് മുന്നിലും പരാതി എത്തിയത്. ഓംബുഡ്സ്മാന് മുന്നിൽ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിൽ ആലുവ നഗരസഭ പരാജയപ്പെടുകയായിരുന്നു. ചെയർമാൻ അടക്കം കാര്യങ്ങൾ വിശദീകരിച്ച് നൽകാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പണമിടപാടുകൾ രഹസ്യമായി നടത്തി നഗരസഭയുടെ അക്കൗണ്ടിലേക്ക് എന്തുകൊണ്ട് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടില്ല, ഒരു കത്ത് നൽകിക്കൊണ്ട് മറ്റൊരു കരാർ കമ്പനിക്ക് പണം നൽകാൻ എന്തിന് നിർദ്ദേശിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാൻ സിറ്റിംഗിൽ നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ റിപ്പോർട്ടുകളും നഗരസഭ നൽകണം, ആലുവ നഗരസഭ നൽകണം എന്ന് പറയുന്നത്. എന്ത് വിശദാംശങ്ങളായിരിക്കും ഇനി ഈ റിപ്പോർട്ടിൽ സമർപ്പിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. മാത്രമല്ല, ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാൻ എടുക്കുന്ന തീരുമാനങ്ങളും ഏറ്റവും സുപ്രധാനമാണ്.